കേരള ജനസംഖ്യയുടെ 11% പേർ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. ഇതിൽ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ വിഷാദരോഗം പോലുള്ള മാനസിക പ്രശ്നങ്ങൾ വളരെ കൂടുതലായി കണ്ടുവരുന്നു. ഏകാന്തതയും ശരിയായ വൈദ്യസഹായം സമയത്ത് ലഭിക്കാത്തതുമാണ് വിഷാദരോഗത്തിന്റെ കാരണങ്ങളെന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധർ പറയുന്നു. സങ്കീർണമായ ഈ അവസ്ഥ പിന്നീട് അൽഷിമേഴ്സിന് വഴിവെക്കുന്നു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു പ്രൊജക്ഷൻ ഫിഗറാണ്. അതായത് 2030 ഡെവലപ്പിംഗ് കൺട്രീസ് ചൈന, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ 170 തൊട്ട് 174% വരെ ഈ എൽഡർലി പോപ്പുലേഷൻ ജീവിക്കാൻ പോവുകയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വയസ്സ് കൂടുന്നതനുസരിച്ച് ഈ ഡിമെൻഷ്യയുടെ പ്രിവലൻസ് കൂടുക. അപ്പം നമുക്കൊരു 2030, 2050 ഒക്കെ ആകുമ്പോഴത്തോട്ടും ഡെവലപ്ഡ് കൺട്രീസിലല്ല, നമ്മളിപ്പോൾ ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങളാണ് ഈ പ്രശ്നം കൂടുതൽ വരാനായിട്ട് പോകുന്നത്. നമ്മളിത് ഇപ്പോഴേ പ്രിപ്പയർഡ് അല്ലെങ്കിൽ ഒരു വലിയ കാറ്റാസ്ട്രഫി ആയിരിക്കും അത് വരുന്നത്. ഇപ്പം കെയർ ഗിവേഴ്സിന്, ഫാമിലിക്ക് എന്തോരം കോപ്പ് ചെയ്യാൻ പറ്റും ഇത്. ശരിയായ വൈദ്യസഹായം സമയത്ത് നൽകിയാൽ ഒരു പരിധിവരെ വൃദ്ധജനങ്ങളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. എന്നാൽ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ജെറിയാട്രിക് സൈക്കാട്രി വിഭാഗമുള്ള ആശുപത്രികൾ കേരളത്തിൽ ഇല്ല എന്നത് വലിയ ന്യൂനതയാണെന്ന് തൃശൂരിൽ നടക്കുന്ന ജെറിയാട്രിക് സൈക്കാട്രിസ്റ്റുകളുടെ ദേശീയ സമ്മേളനം ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ പോലും ഈ സൗകര്യമില്ല. ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് 2 ദിവസത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.